എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്കൂളിൽ പോകാനായിട്ട് വിളിച്ച കുറച്ച് ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതൊക്കെ നേരത്തെ കാണിച്ചായിരുന്നു. ബാഗില്ല, ബോക്സും കാര്യങ്ങളൊക്കെ. ബാഗ് ഞാൻ കാണിച്ചൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവങ്ങൾ കാണിച്ച സമയത്ത് ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രസ്സും ഞാൻ പുതിയതായിട്ട് മേടിച്ച ഡ്രസ്സും എൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകണം. അപ്പോൾ വാ ഗൈസ് കാണാം. അപ്പോൾ ഗൈസ് ഈ ഒരു സാധനങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പം ഇത് എൻ്റെ പൗച്ചാണ് ഗൈസ്. ഇതിനകത്ത് ഞാൻ ഇന്നലെ മേടിച്ച കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊരു കുട്ടി റേസറാണ് ഗൈസ്, ക്യാമലിൻ്റെ ഇതിനകത്ത്. പിന്നെ ഇത് ചേച്ചി മേടിച്ചുകൊണ്ട് വന്നതാണ്. ഒരു ചോക്ലേറ്റിൻ്റെ റേസറാണതും. പക്ഷെ റേസർ ആവശ്യമില്ല, 5 പേനയാണ്. പിന്നെ ഒരു ടിക് ടിക് പേനയും വേറൊരു പേനയുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം. ഒരു ടിക് ടിക് പേന. പിന്നെ പെൻസിൽ ആവശ്യമില്ല, എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെൻസിൽ ഞാൻ മേടിച്ചൊരു യൂണിക്കോണിൻ്റെ പെൻസിലാണ് കേട്ടോ. പിന്നെ ഇതാണ് പൗച്ച്, പൊക്കിമോൻ്റെ പൗച്ചാണ്. പിന്നെ ഇത് അനിയത്തിയുടെ ലഞ്ച് ബോക്സ് ആണ് ഗൈസ്. അത് എൽസ തീമാണ്. എൽസ തീം ലഞ്ച് ബോക്സ്. അതിനകത്ത് കുട്ടി ഒരു ബോക്സ്, ലഞ്ച് ബോക്സ്, കുട്ടി ബോക്സ്. പിന്നെ ഇതേമാതിരി ഒരു ഞങ്ങൾ ടിഫിൻ ബോക്സ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ലഞ്ച് ബോക്സ് അല്ല, ടിഫിൻ ബോക്സാണ്. പിന്നെ ഇത് ഒരു പ്രിൻസസിൻ്റെ, ഇത് എനിക്കാണ് കേട്ടോ. ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ തറയിൽ പോയി എടുക്കാം. പിന്നെ ഒരു കുപ്പി, ഒരു വലിയ കുപ്പി. ഇതാണ് ആ കുപ്പി. ഇത് എനിക്ക് വേണ്ടി മേടിച്ച കുപ്പിയാണ്, ഒരു ഓറഞ്ച് കളർ. ഇതൊക്കെ മേടിച്ചത് ഞങ്ങൾ പുനലൂരിൽ നിന്നാണ്. പുനലൂർ NK Slicks ബാക്ക് ടു സ്കൂളിൻ്റെ ഇതുണ്ടായിരുന്നു. അനിയത്തിക്കൊരു പ്രിൻസസിൻ്റെ ഒരു കുപ്പി, ഇത് അവൾക്ക് മേടിച്ച കുപ്പിയുണ്ട്. ഇതാണ്ടേ ഒരു കുപ്പി. അവളുടെ പൗച്ച് കാണിച്ചു തരാം, ഇടയ്ക്ക് കിടക്കില്ല. ഇതാണ് ഗൈസ് അവളുടെ പൗച്ച് മേടിച്ചത്. ഇതൊരു ഹലോ ടിക്കിയുടെ പൗച്ചാണ്. ഇതിനകത്ത് ഒരു കട്ടർ, ഒരു യെല്ലോ കളർ കട്ടർ, പിന്നെ ഒരു സ്കെയിൽ, പിന്നെ എൻ്റെ അതേ ഒരു ക്യാമലിൻ്റെ ആ ഒരു റേസർ. പിന്നെ അവൾക്കും അതേപോലത്തെ എൻ്റെ പോലത്തെ ഇഷ്ടപ്പെട്ടൊരു പെൻസിലാണിത്, യൂണിക്കോണിൻ്റെ. അത് യെല്ലോ ആണ് കേട്ടോ അവൾ എടുത്തത്. എൻ്റെ കയ്യിൽ സ്കെയിലൊന്നും മേടിച്ചില്ല. എൻ്റെ കയ്യിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടായതുകൊണ്ട് അതിനകത്ത് എല്ലാം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അത് മേടിച്ചില്ല. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ കവറ്. ഇത് പേപ്പർ പോലെ ഞാനിങ്ങി ഇതാണ്ട്. പക്ഷെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അല്ലാതെ കിടക്കാണ്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കാണാം. ഇതാണ് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ക്ലാസ്മേറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് ഗൈസ്. ഇതുണ്ടോ, എല്ലാവരുടെയും സ്കെയിൽ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്, പക്ഷേ എൻ്റെത് ഈ ഭാഗത്തായിരിക്കും. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡേ. പിന്നെ ഇത് അതിൻ്റെ കൂടെ വരുന്നൊരു സാധനം, ഒരു പേപ്പർ. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ സ്കെയിലും കാര്യങ്ങളൊക്കെ വന്ന് എടുക്കാൻ പാടാം. പിന്നെ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്ലാസ്മേറ്റിൻ്റെ റേസറുണ്ട്, പിന്നെ ഒരു കട്ടർ, പിന്നെ ഇതാണ്ട് ഈ ഒരു ഞെക്കുമ്പോൾ പുറത്ത് മുന വരുന്നൊരു സാധനം, ഒരു പെൻസിൽ, പിന്നെ കോമ്പസ്, പിന്നുള്ളതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഇല്ല, ഇപ്പോൾ കാണിച്ച് ഞെക്കുമ്പോൾ പുറത്ത് വരുന്ന ആ സാധനത്തിൻ്റെ മുനകളാട്ടോ ഇതൊക്കെ. പിന്നെ ഒരു പെൻസിൽ. പിന്നെ അതാണ്ട് ഈ ഒരു സാധനം കൂടി ഉള്ളൂ. ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ബാക്കി കുറേ സ്കെയിലും കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ്, പിന്നെ ഇങ്ങനെയുള്ള പേപ്പർ. പക്ഷെ ഞാൻ ബുക്കൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. തറയിൽ വീണത് ഇപ്പോഴേ എടുത്തേക്കുന്നത്. എടുത്തു വെച്ച് എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് നമുക്ക് അടുത്തതിലോട്ട് കാണാം ഗൈസ്. ഇനി നമുക്ക് എൻ്റെ ചെരുപ്പ് കാണാം ഗൈസ്. ഇത് ഞങ്ങൾ കുന്നിക്കോട് ലെതർ പാർക്കിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇത് എൻ്റെ ചെരുപ്പാണ്, ഒരു ബ്ലാക്ക് ചെരുപ്പാണ് കേട്ടോ മേടിച്ചത്. ഇതാണ് എൻ്റെ ചെരുപ്പ്. ഞാൻ ഇതിട്ട് കാണിച്ചു തരാമേ, അടിക്കടി ഇട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഇത് അനിയത്തിയുടെ ചെരുപ്പാണ്. അവൾക്ക് പണ്ട് ഇതേമാതിരി ഒരു ചെരുപ്പുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ലെതർ പാർക്കിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്, കുന്നിക്കോട്. ഞാൻ ലാസ്റ്റ് ഇതൊന്ന് ഇട്ട് കാണിച്ചു തരാമേ. ഇതാണ് ഗൈസ് നിങ്ങളുടെ ഡ്രസ്സസ്. അപ്പോൾ നമുക്കിനി ഓരോ ഡ്രസ്സസ് കാണാം. ഞങ്ങൾ ഷോർട്സൊക്കെ മേടിച്ചു, അനിയത്തിക്കും ഷോർട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡ്രസ്സസിലേക്ക് കിടക്കാം അല്ലേ. അപ്പം എൻ്റെ യൂണിഫോമിൻ്റെ കോട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒരു കോട്ട് മാത്രമേ കിട്ടിയുള്ളൂ, ഒരെണ്ണം ഞങ്ങൾ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോട്ടില്ല തയ്ക്കുന്നതിനകത്ത്. ഇതാണ് ഗൈസ്.
അപ്പം ഞാൻ ദേവിലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഗൈസ്. ആണ് ഇതാണ് എൻ്റെ കോട്ട്. ഇത് തന്നെ എൻ്റെ അളവല്ല, കുറച്ചുകൂടി ഇതുണ്ട്, വണ്ണം കുറയ്ക്കണം. എനിക്ക് ഇനിയും വണ്ണം കുറയ്ക്കണം കേട്ടോ. ഇവിടെ എൻ്റെ സൈസിനുള്ള ഈ കോട്ട് മാത്രമേ ഉള്ളായിരുന്നു. യൂണിഫോം ഇനിയും റെഡിമെയ്ഡ് വന്നു, അത് പിന്നെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ, എനിക്ക് ഇനിയും വണ്ണം അടിക്കാനുണ്ട് ഗൈസ്. ഇതെനിക്ക് ചേരത്തില്ല. അയ്യോ, ഊരാൻ പാടില്ല. ഇനി നിങ്ങളുടെ ഡ്രസ്സസ് കാണിച്ചു തരാം. പിന്നെ അല്ലൂസിന് വേണ്ടി 2 സോക്സ് മേടിച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടി സോക്സ് 2 സെറ്റ് സോക്സ് മേടിച്ചു. പിന്നെ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാവേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് പാവാട എടുപ്പ് ഷാളും വേണമെന്നാണ്. പിന്നെ അതവിടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് ടോപ്പും പാൻറ്റും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചുരിദാറും ഒരു പാൻറ്റുമാണ് മേടിച്ചത്. ഇതാണ് എൻ്റെ ചുരിദാർ. ഇതേമാതിരിയാണ് ഞാൻ മേടിച്ചത്. എൻ്റെ ആ ഒരു കളർ പാൻറ്റ്. ഇതാണ് ചുരിദാർ. അതിൻ്റെ ഇങ്ങനെ ഇതെല്ലാം സൈഡ് കട്ടാണ്. ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് കണ്ട് ഇതൊക്കെ എങ്കിലും ഇത് നന്നായിട്ട് വണ്ണം അടിക്കാനുണ്ട്. കണ്ട ഇതാണ് എൻ്റെ ചുരിദാർ. ഇത് ഞാൻ കുന്നിക്കോടെന്നാണ് മേടിച്ചത്. കുന്നിക്കോട് NKന്നാണ് മേടിച്ചത്. അതിൻ്റെ പാൻറ്റുണ്ട്. അതിൻ്റെ പാൻറ്റ് താണ്ട് ഈ കളറിലുള്ളൊരു പാൻറ്റാണ് കേട്ടോ. ഇത്രയുണ്ട്. പിന്നെ ഞാൻ മേടിച്ചത് അനിയത്തിക്ക് ഡ്രസ്സ് മേടിച്ചത്. അവൾക്ക് താണ്ട ഇതേപോലെ ഉള്ളൊരു പാൻറ്റും ഉടുപ്പും പാൻറ്റുമാണ് ഗൈസ്. പാൻറ്റും ഉടുപ്പും ഇതാണ് ഗൈസ് അവളുടെ ഒരു മൊത്തം ഇതിനകത്ത് എന്താ പറയുക, എന്തായിരുന്നു മൊത്തം ഇതിനകത്ത് ഇതാണ് പോക്കറ്റുകളൊക്കെയാണ് പാൻറ്റിനകത്ത്. എൻ്റെ ഉണ്ട് അങ്ങനത്തെ ഇതുപോലത്തുള്ള. ഇതാണ് അവളുടെ ഡ്രസ്സ്. ഇനി ഞാൻ നേരത്തെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഡ്രസ്സ് കൂടി ഉണ്ട്. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഉണക്കായിട്ടേക്കാണ്. അത് പോയി എടുക്കണം. കുറേ ദിവസമായിട്ട് കഴുകി ഇട്ടേക്കും, ഇതുവരെ ഉണങ്ങിയില്ല. ഇപ്പം എടുത്ത ഡ്രസ്സെല്ലാം നാളെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കോ. ഇതിനെല്ലാം ഈ മടക്കി എനിക്ക് അതിനകത്ത് വെക്കണം. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കാൻ പോയിനി. ഇതിൻ്റെ മടക്കി ഇനി ആ കവറിൽ കുത്തിക്കയറ്റി വെക്കണം, അല്ലെങ്കിൽ അമ്മ ഒന്ന് തന്നെ വഴക്ക് കേൾക്കണ്ടല്ലോ. നമുക്ക് നേരെ മടക്കി വെച്ചാൽ പോരെ. ഉണങ്ങുന്നിടത്ത് സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നൂത്ത് നേരെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ്. ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് ഞങ്ങൾ NK പുനലൂരിൽ നിന്ന് മേടിച്ചതാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ ഇതിൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഇത് ഭയങ്കര തട്ടാണ് ഗൈസ്, കുറേ ഉണ്ട്. ഇതിപ്പോഴും ഉണങ്ങിയിട്ടില്ല, കൊണ്ട് ഉണക്കിടണം. അനിയത്തിയുടെ ഡ്രസ്സ് നമുക്കിനി ഇങ്ങനെ ഇതാക്കിയെടുക്കണം. അനിയത്തിയുടെ ഡ്രസ്സ് ഇതാണ്. ഇത് എൻ്റെ സെലക്ഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, തട്ടുകെട്ടായിട്ട് ഇത് ഇരിക്കുന്നതുകൊണ്ട് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഇതെല്ലാം അങ്ങനെ ഉണക്കട്ടെ. ഇനി ഞാൻ കന്യാകുമാരി പോയപ്പോൾ മേടിച്ച കുറച്ച് ഐറ്റംസ് കൂടി കാണിച്ചു തരട്ടെ. നമുക്കതുകൂടി കാണാം ഗൈസ്. വാ. പിന്നെ ഇത് കൊള്ളാവോ ഗൈസ്. ഇത് ഞങ്ങളുടെ കാറി വെക്കാനായിട്ട് അച്ഛൻ അടൂരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ, അടൂരാന്ന് തോന്നുന്നു, അടൂരിൽ നിന്ന് മേടിച്ചാണ്. ഇത് ഇഷ്ടപ്പെട്ടു. എൻ്റെ തല വേണമെങ്കിൽ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് ഗൈസ് ആ സാധനം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ കന്യാകുമാരി പോയപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഫോട്ടോ. ഞങ്ങൾ ഇത്രയും പേരാണ് ഗൈസ് പോയത്. അല്ല, കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ വേറെ എവിടെയൊക്കെ കറങ്ങാൻ പോയി. ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് എടുത്തത്. ഇതാണ് ഗൈസ് ഞാൻ ഈ ഒരു പട്ടുപാവാട. എല്ലാം കാണാമോ? ഇത് അനിയത്തി. ഇത് ഞങ്ങളുടെ ഒരു അനിയനായിട്ട് വരും. ഇത് ഞങ്ങളുടെ കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയുടെ മോനാണ് കേട്ടോ. ഇത് കുഞ്ഞമ്മയുടെ പേര് മാളു. ഇത് ഞങ്ങളുടെ കൊച്ചച്ഛൻ വിഷ്ണു. ഇത് ഞങ്ങളുടെ അമ്മൂമ്മയാണ് ഉഷ. ഇത് ഞങ്ങളുടെ മാമിയാണ്. ഇത് ഞങ്ങളുടെ അമ്മാമ്മച്ചി. ഇത് ഞങ്ങളുടെ അമ്മ. ഇത് അച്ഛൻ. ഇത്രയും പേരായിരുന്നു. പിന്നെ ഞങ്ങൾ കന്യാകുമാരി പോയപ്പോൾ മേടിച്ചതാണ് ഗൈസ്. ഇത് അനിയത്തിക്ക് മേടിച്ച സാധനമായിരുന്നു ഗൈസ്. ചെവി വെക്കുന്നതാണ് ഗൈസ്. ഇതാണ് ഗൈസ് സാധനം. ഇതിങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് സൗണ്ടൊക്കെ കേൾക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് അനിയത്തിയുടെ. ഇത് എൻ്റെതാണ് ഗൈസ്. റാബിറ്റിൻ്റെ എനിക്ക് മേടിച്ചപ്പോൾ ഉടനെ അത് അവൾക്ക് വേണം. ഞങ്ങൾ വാഗമണ്ണ് പോയപ്പോൾ ഇത് മേടിക്കാനായിട്ട് നോക്കിയതാണ്. പക്ഷെ അന്ന് ഇതിന് 250 രൂപയായിരുന്നു. ഇപ്പം ഞങ്ങൾ കന്യാകുമാരി പോയി ചോദിച്ചപ്പോഴാണ് ഇതിന് 150 ഉള്ളായിരുന്നു. അപ്പം ഞങ്ങളിത് മേടിച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ കളറിങ് ബുക്ക് മേടിച്ചു. ഒരെണ്ണത്തിന് 30 എങ്ങാണ്ടാണ്, 2 എണ്ണത്തിന് 50 ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് മേടിച്ചു. ഇതാണ് ഗൈസ് കളറിങ് ബുക്ക്. ഇതൊരു വെഹിക്കിളിൻ്റെ കളറിങ് ബുക്കാണ്.
അപ്പം ഇത് അനിയത്തിയുടെ കളറിങ് ബുക്കാണ് കേട്ടോ. ഇതിനകത്ത് അവൾ വരച്ചത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു എയറോപ്ലെയിന്. ഇതൊന്നും അവൾ വരച്ചില്ല, വരച്ചത് കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് അവൾ വരച്ചതാണ് കേട്ടോ. ഇതാണ് സംഭവം, ഇത് അവൾ വരച്ചതാണ്. പിന്നെ അവൾ വേറെ വരച്ചതുണ്ട്. ഇതാണ് ഒരു റോക്കറ്റ്. ഈ റോക്കറ്റ് അവൾ വരച്ചതാണ്. പിന്നെ എന്താ വരച്ചല്ല, പിന്നെ ഇതാ ഈ ഒരു വാന്, ഇത് അവൾ വരച്ചതാണ്. ഇത്ര അവൾ വരച്ചതാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെതാണ്. ഇതൊരു ഫ്ലവറിൻ്റെതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റിലേ തൊട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ ഇതേമാതിരി ഒരു ലോട്ടസ്, അത് കുറച്ച് താമര. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഡാലിയ എന്നാണ്, അങ്ങനെ ഉണ്ട് പറഞ്ഞു. ഇതാണ് ഈ സംഭവം. ഇത് കുറച്ച് ഡാർക്ക്, ഇത് കുറച്ച് ലൈറ്റ്. ഞാൻ ലൈറ്റായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒന്നും കൂടിയുണ്ട്. കണ്ട, ഇതാണ് ചെമ്പരത്തി. ഈ ചെമ്പരത്തി കളർ അടിക്കണം. അപ്പോൾ ഞാനത് കളറടിച്ച് ഇങ്ങനെ ആക്കി. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. 3 എണ്ണേ അടിച്ചുള്ളൂ. ഇത് കൊണ്ടുവന്ന അന്ന് തന്നെ ഞാൻ അടിച്ചു കേട്ടോ, 3 എണ്ണം. എൻ്റെ പിറ്റേന്ന് ഇനി കുറേ കിടപ്പുണ്ട്, ഇത്ര കിടപ്പുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇനി അടിക്കാനുള്ളതാണ്. പിന്നെ പോലെയുള്ള ഒരു ബണ്ണുകൾ, ഒരു കളർ തന്നെ 2 എണ്ണം ഉണ്ട്. ഇതാണ് ഇത്ര ബണ്ണ്. പിന്നെ ഇതാണ് ഗീസ് വലിയ മുല്ലപ്പൂ. വലിയതാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതിന് ചെറുത് ഇത്രയേ ഉള്ളൂ. ഒരെണ്ണത്തിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇത്രയുള്ളതിന് എത്രയായിരുന്നു? ഇതിൻ്റെ ഇത്രയുള്ളതിന് 50ഉം ഇത്രയുള്ളതിന് 80ഉം എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇതാണ് വെച്ചത്, വലിയൊരു മാല. ഇഷ്ടപ്പെട്ടെങ്കിൽ സോറി ഗൈസ്, ഇത് മാലയല്ല, മുല്ലപ്പൂ വരുന്നു എന്നറിഞ്ഞു. ഇതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് പോകണം. ഇതാ ഇഷ്ടം. അല്ലെങ്കിൽ ഇതാണ്ട്, അയ്യോ, ഇതാണ് എൻ്റെ ചെരുപ്പ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ, ടാറ്റാ. ഇത് അനിയത്തിയുടെ ആണ് ഗൈസ്. ഇത്രയാണ് മേടിച്ചത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ, ടാറ്റാ. പിന്നെ ഇതുമാണ് മേടിച്ചത്.